Golden light so clear and warm, heartbeat in the wilderness. Africa, this is your job. Lions roaring, rivers dance, mountains high and sunlight glows. Mother Earth's generous hands, every corner like this door. Oh, Africa, land so grand. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ ഹണ്ടിങ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക ഇതായിട്ട് ഞാൻ ഇതിലെല്ലാം തോക്കൊന്നായിട്ട് എനിക്ക് ഫെമിലറൈസ് അല്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഉള്ള തോക്കുകൾ ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന തോക്കാണ്. ജയേഷ് ഈ തോക്കിനെ പറ്റി ഒന്ന് വിശദീകരിച്ചത്. ഇപ്പൊ ഞങ്ങൾ ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന തോക്കാണ്. അതിനെ പറ്റിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് സ്പാനിഷ് റൈഫിൾ ആണിത്, പഴകാഴ എന്ന് പറയും. ഇതിന്റെ കാലിബർ 308 ആണ്. 308. ഇതിന്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ So I'm going to ask you if you shoot with this ammunition, remember the cases. ബുള്ളറ്റ് ഇതാണ് 308ന്റെ. ഇത് എന്തിനാ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കണതാ? ഇത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ അനിമലും ഉപയോഗിക്കാം. ആനേനെ വെടിവെക്കാൻ പറ്റുള്ളൂ. ബുള്ളിന് മേളിലുള്ളതിനെല്ലാം 375 ആണ്. 375 ആണ്. ഇത് 308 അതിൽ താഴെയുള്ള എല്ലാം ബെയർ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാം. സ്കോപ്പാണ് ഇതിന്റെ ബൈനോസ്കോപ്പ് അല്ലേ? അല്ല, ഇത് സ്കോപ്പ് എന്നാണ് പറയുന്നത്. ഇത് GPO എന്ന് പറഞ്ഞ സ്കോപ്പാണ്. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് അല്ലല്ല, ഇത് ഇലക്ട്രോണിക് അല്ല. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സീറോ ചെയ്തിട്ടുള്ള റൈഫിളാണ്. എത്ര മീറ്റർ വരെ കിട്ടണം? ഇത് നമുക്ക് സാധാരണ ഫ്രീയോ ആയിട്ട് നമുക്ക് ബുള്ളറ്റ് ഒരു 4 മൈൽ വരെ ട്രാവൽ ചെയ്യും. ബുള്ളറ്റ് സ്ട്രൈറ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ 4 to 5 മൈൽ വരെ പോകും ഇത്. പക്ഷെ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ബാക്ക് സ്റ്റോപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സായി കഴിഞ്ഞാൽ പുറകിൽ കൊണ്ട് നിൽക്കണം, ട്രാവൽ ചെയ്യാൻ പാടില്ല. ഇതിന്റെ പുറകിൽ കാണാം ഒരു മല പോലെ കാണാം. ബുള്ളറ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സായാലും അതിൽ നിൽക്കണം, ട്രാവൽ ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് കൊള്ളാൻ പാടില്ല. അതുകൊണ്ടാണ് ബാക്ക് സ്റ്റോപ്പ് നമ്മൾ കംഫർട്ടബിൾ ആയി നോക്കിയിട്ടേ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ ട്രിഗർ ലോക്ക് വെച്ചിരിക്കാം, പെട്ടെന്ന് ആരും എടുത്ത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ തോക്കിന് ഏകദേശം എന്ത് വില? ഇത് ഞാൻ മേടിച്ചത്, ഇത് പുതുതാണ്, ഇത് കുറച്ചായിട്ട് മേടിച്ചിട്ട്. ഇത് 2800 രൂപ ആയി. മറ്റൊരു കാര്യം, ഈ ഗൺ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രമുഖര് ഇന്ത്യൻസ്, അതിനുശേഷം ജർമ്മൻ, പിന്നെ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഇപ്പൊ ഏറ്റവും വില കുറവും ഏറ്റവും ക്വാളിറ്റിയിലും ഉണ്ടാക്കുന്നത് ടർക്കി എന്നുള്ള ഇതാണ്. നല്ല ഇനം തോക്കുകൾ, ഏറ്റവും വെൽ ഒത്തിരി കീലോക്കാണ് ട്രിഗർ. UK കൊണ്ടുവന്നിരിക്കുന്ന 6.5 ഇതിന്റെ പ്രാവീണ്യം നേടിയിട്ടുള്ള രാജേട്ടൻ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഈ തോക്കിനെ പറ്റിയുള്ള ഒന്ന് പറഞ്ഞു. ഇത് 6.5 നമ്മള് ചെറിയ മൃഗങ്ങളെ സീബ്ര വരെയൊക്കെ ഇത് ലോങ് റേഞ്ച് നല്ല ഫ്ലാറ്റ് അതുകൊണ്ട് ലോങ് റേഞ്ച് ഉപയോഗിക്കുന്നതാണ്. Okay, should you load the gun? ഫിറ്റഡ് ആണ്. Now it's loaded, but there's no bullet inside. ഇതിന് എത്ര റേഞ്ച് വരെ കിട്ടുന്ന? 3 to 5 കിലോമീറ്റർ ഇത് ട്രാവൽ ചെയ്യും. 3 to 5 kilometers വരെ.
So lift this. ഇത് Just push forward. ഇതിന്റെ മറ്റേ സൈലൻസർ ഉള്ളതാണ് മോഡൽ You look at your target, decide, okay, I'm ready. Use your thumb, push it forward, then it's live. So now look at the scope. I just want to see Not where രാജൻ Don't put your height too close. സിംഹത്തിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തൊക്കെയാണ് രാജൻ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന റൈഫിളാണ് All the way ലോങ് back. You see the റേഞ്ചിലേക്ക് circle will ഉപയോഗിക്കാം go bigger. Move your head back to me. റീകോയിലിംഗ് കുറവാണ് Is it getting better? Just ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് മറ്റേ തോക്കാണ് പവർ ബാക്ക് കൂടുതലായിട്ട് വലിയ പക്ഷേ ഇങ്ങോട്ട് സാധാരണ വീഴും പക്ഷേ ഇതിലെ അലൗഡ് the target. That's what it is. കാരണം അതിൻ്റെ ഭയങ്കരമായിട്ട് പവർ വായി You need to try and keep Long that range small fat dot corner. on that target orange. മറ്റൊരു Not തോക്കുകൊണ്ട് one അതിനെ in the പറ്റി middle because we already shoot it. One. മോഡറേറ്റർ എപ്പോഴും ടൈറ്റ് ആയിരിക്കണം കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ലൂസ് ആയി കഴിഞ്ഞാൽ മോഡറേറ്റർ അതിൽ ഗ്യാപ്പ് വരും, ഡാമേജ് കറക്റ്റ് ആവില്ല, ഷൂട്ട് കറക്റ്റ് ആവില്ല. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ഷൂട്ടിങ്ങിന്റെ ഏറ്റവും പ്രഥമ ഒരു കാര്യമാണ് എപ്പോഴും തോക്ക് താഴത്തേക്ക് മാത്രമാണ് പിടിക്കാമുള്ളൂ. അത് കൂടാതെ പിസ്റ്റളിൽ നമ്മുടെ വിരൽ ഒരിക്കലും തൊടാനും പാടില്ല. അതായത് നമ്മുടെ റൈഫിൾ ഒരിക്കലും ഒരാളെയും പോയിന്റ് ചെയ്യില്ല, ഒന്നിലെ മേളിലേക്കായിരിക്കും അല്ലെങ്കിൽ താഴേക്കായിരിക്കും റൈഫിൾ. അങ്ങനെയാണ് എപ്പോഴും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, സേഫ്റ്റിക്ക് വേണ്ടി അല്ലെ നമ്മൾ മൂവ് ചെയ്യുമ്പോഴും ആണെങ്കിലും അത് നിൽക്കുകയാണെങ്കിലും ചെയ്യുന്നത്. ഈവൻ നമ്മൾ ഒരാൾ പുറകിൽ, ഇപ്പോൾ നമ്മൾ ഹണ്ടിങ്ങിന് പോകുമ്പോൾ ഒരാൾ പുറകിലുണ്ടെങ്കിൽ പോലും ഒരിക്കലും റൈഫിൾ ഇങ്ങനെ പിടിക്കില്ല, മേത്ത് പിടിയൊന്നും ഉണ്ട്, മുഖത്ത് ആദ്യം പിടിക്കത്തുള്ളൂ. ഒന്നിലെ നമുക്ക് ഇങ്ങനെ തൂക്കാം റൈഫിൾ, അല്ലെങ്കിൽ ബാക്കിൽ തിരിച്ച് തൂക്കാം. കറക്റ്റ് പൊസിഷൻ ഇങ്ങനെയാണ് പിടിക്കാമുള്ളൂ. ഇത് ഓൾറെഡി ലോക്ക്ഡ് ഉണ്ട്, അതുകൊണ്ട് വേറെ ഇതൊന്നുമില്ല. പിന്നെ ഏകദേശം ഇതിന് വില ഏകദേശം ഇത് ഞാൻ മേടിച്ചപ്പോൾ ഇതിന് ഈ റൈഫിളിന് 2000 യൂറോ ആയി. ഇതിന് റൈഫിളിന് 2 ലക്ഷം രൂപ, ഇന്ത്യൻ റുപ്പീസിൽ ഇന്ത്യൻ റുപ്പീസ് 2 ലക്ഷം രൂപ ഇതിന്. പിന്നെ മോഡറേറ്ററിന് ഓൾമോസ്റ്റ് 100 യൂറോയുടെ അടുത്തായി. സ്കോപ്പിന് എത്ര വന്നിട്ടുണ്ടാവും? സ്കോപ്പ് ഇത് 1800 യൂറോ ആണ് ഇതിന്റെ വില. അപ്പോൾ ഒരു 4 ലക്ഷം രൂപയുടെ മുതലാണ്. അത് കൂടാതെ ലൈസൻസ് എടുക്കുന്നതിന് ബാക്കി ചെലവ് ഏകദേശം ഒരു 10,000. ഒരു 4 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇതിന് ലോക്കണ്ണാണ്, ഡബിൾ ബാരൽ എന്ന് പറയും നമ്മുടെ. നമ്മുടെ 12 ബോർ എന്ന് പറയുന്നത് നാട്ടിലെ 12 ബോർ. ഇത് ഡബിൾ ബാരലാണ്. ഡബിൾ ബാരൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇതിലൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പോൾ റേഞ്ചിലാണെങ്കിലും സാധാരണ നമ്മൾ ക്യാരി ചെയ്യുന്ന പൊസിഷൻ ഉണ്ട്. ഒന്നിൽ ഇങ്ങനെ വെച്ച് ചെയ്യാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾ മറ്റേ റേഞ്ചിനകത്ത് ഇങ്ങനെ തൂക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടേ കൊണ്ട് നടക്കാവും, അങ്ങനെ ഉണ്ടോ? ഇങ്ങനെ വെക്കാൻ പാടില്ല, ഒരിക്കലും തുറന്നു തന്നെ ഇരിക്കണം. തുറന്ന് തന്നെ ഇരിക്കണം. അതാണ് സേഫ്റ്റി ആയിട്ട് പ്രൊസീജിയർ. എപ്പോഴാണ് നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ മാത്രം ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്തിട്ട് ലോഡ് ചെയ്യുമ്പോൾ. ഹലോ, നമ്മൾ ഇപ്പം നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ ഹണ്ടിങ് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാഥമികമായിട്ട് ഈ ഷൂട്ടിംഗ് ക്ലാസ് ഇവർ നമുക്ക് തരും. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കുകയുള്ളൂ. അപ്പം അതിക്ക് മുമ്പ് ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ A to Z അവർ പറഞ്ഞു തരും. ഇവര് രണ്ടുപേരും ഇത് പഠിപ്പിക്കാനായിട്ടുള്ളതാണ്. ഇന്ന് വൈകിട്ട് മുതൽ തന്നെ ഷൂട്ടിങ് തുടങ്ങും. അതിൻ്റെ ഒരു A to Z കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും. ഷൂട്ടിങ് ഇത് പഠിപ്പിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. Oh, what a shot. Huh? That was a good Well shot. done. Just to the left of the bull. കുട്ടി നേരത്തെ ഇത് നടത്തി. അവൻ നേരത്തെ മുതൽ തന്നെ ഷൂട്ടിങ്ങിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. ഞാൻ അവൻ്റെ ശിഷ്യനായിട്ട് കുറച്ച് ആൾ വെടി സഞ്ചി ഒക്കെ ആയിട്ട് നടന്നേക്കുന്നല്ലാതെ നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. ആദ്യത്തേത് 50 മീറ്ററും അതിനുശേഷം 100 മീറ്ററുമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്.
ഇത് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണ് നമ്മൾ നിൽക്കുന്ന Please always stand behind the rifles, please. These are always for safety. We be behind it, you know nobody's gonna die. Okay. It's shit if somebody dies, it's paperwork. So we don't want paperwork. This is a really nice scope. It's a German scope, eh? Yeah, GPS. Rita, I want you to look while I'm shooting so you can see it's a toy gun. It's not a big rifle, it's especially for ladies. അവരത് കാലിബ്രേറ്റ് ചെയ്യണം. ആ കാലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ Was dit ek gaan vir hierdie kol regs van die drugs van die wit papier. ആദ്യമായിട്ട് Die duim hoog en dit daar bedoel. Presies wat ek kom net. ഈ കാണുന്ന എല്ലാം മൃഗങ്ങളുടെ സ്കള്ളാണ് ഈ കാണുന്നത്. ഓ, അതിന്റെ കൊമ്പ് നോക്കി. Yeah, it's a female. It's a female. Female. Long one. Yeah. Let's go. Big one. This is female black wildebeest. You see the difference in that is why this is the difference. That is why a trophy is more expensive because of the size. ഹണ്ടിങ് ആരംഭിക്കുകയാണ്. നമ്മളിപ്പോ രാവിലെ ഷൂട്ടിങ് തുടങ്ങുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടെയുള്ള സ്റ്റാഫിനൊക്കെ ഉള്ള എൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇവർക്ക് ഏകദേശം 2000 ഏക്കർ സ്ഥലം ഉണ്ട്. ഈ കാണുന്ന സ്ഥലമെല്ലാം ഇവരുടെ സ്വന്തമാണ്. അവിടെയാണ് ഈ മൃഗങ്ങളൊക്കെ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ പോകണം. അടുത്ത ഒത്തിരി മൃഗങ്ങളുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ എല്ലാം അന്നന്ന് പിടിക്കുന്ന മൃഗങ്ങൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇത് കൂടാതെ അവർ ഫ്രഷായിട്ട് കഴിക്കുമ്പോൾ അതിനൊക്കെ കൂടുതൽ ടേസ്റ്റ് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞ് അതിലാണ് മെച്യൂർ ഇതായി കഴിയുമ്പോഴാണ് അതിന് കൂടുതൽ രുചി വരുന്നത്. അതുകൊണ്ട് ഫ്രഷായിട്ട് പിടിക്കുന്നതിനൊക്കെ കൂടുതൽ രുചി അതിനാണ്. അപ്പോൾ ആ മീറ്റാണ് നമുക്ക് എപ്പോഴും തരുന്നത്. എപ്പോഴും ധാരാളം മീറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തൊക്കെ മൃഗത്തിനെ ഇപ്പോൾ പിടിക്കാൻ പോകുന്നത്? നമ്മൾ മെയിനായിട്ട് പ്ലസ് പക്കിനാണ് നോക്കുന്നത്. പ്ലസ് പക്കായിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. അതിന് കൊമ്പുള്ള ടൈപ്പ്. അത് പ്ലസ് പക്ക് കഴിഞ്ഞ് ഫീമെയിലിന് കൊമ്പുണ്ട്. മെയിലിൻ്റെ എന്ന് പറഞ്ഞാൽ തിക്നെസ് കൂടുതലായിരിക്കും, ഫീമെയിലിൻ്റെ എന്ന് പറഞ്ഞാൽ തിക്നെസ് കുറവായിരിക്കും. നമ്മളിപ്പോൾ പ്ലസ് പക്കിൻ്റെ പ്ലസ് കള്ള് ഇപ്പോൾ ഇവിടെ കണ്ടായിരുന്നല്ലോ. പ്ലസ് പക്ക് കണ്ടു, ലഷ്വേഡ കണ്ടു, ബ്ലാക്ക് വൈൽഡ് ബീസ്റ്റ്, ബ്ലൂ വൈൽഡ് ബീസ്റ്റ്, പിന്നെ മൗണ്ടൻ റീഡ് ബക്കിൻ്റെ ഉണ്ടായിരുന്നു, സ്പ്രിംഗ് ബക്കിൻ്റെ ഉണ്ട്. നമ്മൾ ഈ നാട്ടിൽ കാണാത്ത പലതരം മൃഗങ്ങളും ഇവിടെ നമ്മൾ നാട്ടിലുള്ള ഒറ്റ മൃഗത്തിന് നമ്മളിവിടെ കണ്ടു. അതെ അതെ, നാട്ടിലിപ്പോൾ അവിടെ അവിടെ ഉണ്ടാവും. ഇപ്പൊ ഫോളോ ബക്ക് ഇവിടെ ഉള്ളത് എന്താ പറയാ നാട്ടില് പേര് പുള്ളിയുള്ളത് അതിനാണ് കൊമ്പ് പറഞ്ഞത്. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊല്ലം കൊമ്പ് കൊഴിഞ്ഞു പോകും. ആന്റിലോപ്പ് ബാക്കിയുള്ളതിൻ്റെ ഒന്നും കൊമ്പ് കൊഴിയില്ല. പശുവിൻ്റെ കൊണ്ട് മരിക്കുന്നവരും വളർന്നു. ഇപ്പൊ കൊമ്പ് പൊഴിഞ്ഞു പോയാൽ തന്നെ 1 വർഷത്തിനുള്ള ഉണ്ടാവുന്നല്ലോ. 3 മാസത്തിനകം ഏകദേശം വന്ന് ഒരു 6 മാസം ആണെങ്കിൽ 7 മാസം ആണെങ്കിൽ പൂർണ്ണ വെൽവെറ്റിൽ നിന്ന് മാറി ഇതാവും. പിന്നെ മേറ്റിംഗ് സീസൺ ആകുമെങ്കിൽ മേറ്റിംഗ് കഴിഞ്ഞ് കഴിയുമെങ്കിൽ പിന്നെ കൊഴിഞ്ഞു. ഇവിടെ ഇതിന്റെ ഹണ്ടിങ്ങിനായിട്ട് പ്രത്യേകിച്ച് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ചില എൻഡേഞ്ചേർഡ് അനിമൽസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിന്റെ പോപ്പുലേഷൻ അത് നമ്പർ നോക്കിയിട്ടാണ് പെർമിറ്റ് കൊടുക്കുകയുള്ളൂ.
ഈ പ്ലെയിൻ ഗെയിം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇങ്ങനത്തെ അനിമലുകൾക്കൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കൊല്ലാം. കാരണം അത് ഒത്തിരി പോപ്പുലേറ്ററാണ്. കാരണം അതുപോലെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതിനെ ഇഷ്ടംപോലെ നമുക്ക് കൊല്ലാം. കുഴപ്പമൊന്നുമില്ല. പെർമിറ്റിന് ആവശ്യമില്ലായിരിക്കും. അതായത് കൂടുതൽ പൈസകൾ, ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് നമ്മൾ കൊല്ലുന്നതിന് റൈനോ, എലിഫന്റ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലയണൊക്കെ അതിലൊക്കെ കുറവാണ്. ബഫല്ലോ കുറവാണ്. Okay, I have a plan. Us, we're gonna take the car and go all the way down because the blaze park is here. I don't want to disturb. Then they're gonna run to us. Okay. We're gonna stay all the way on the boat. ഇപ്പം നമ്മൾ ഇതിന് വെടിവെക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ പല തരം മൃഗങ്ങളെ ഇപ്പം നിങ്ങൾക്ക് കാണാം. ഞാൻ എൻ്റെ ഇതിലേക്ക് കാണിച്ചു. Tired of fighting. Hey, Fred. Maar kijk, die poes onder die boom op. Dus sorry daar, Jan, hoor. വലുത് കാണുന്നത് എന്താ അത്? ഇത് ബ്ലസ്ബക്ക് എന്ന മൃഗമാണ്. ഏകദേശം ഒരു മാനിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ പല മൃഗങ്ങളെയും ഒരു വാട്ടർഫാൾ. ഇത് ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. സൗത്ത് ആഫ്രിക്കയിൽ മൃഗങ്ങളെ ഹണ്ടിങ് മാത്രമല്ല, ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ഒരു പറഞ്ഞാൽ കാണേണ്ട തന്നെയാണ്. അത്രയ്ക്ക് രസമായിട്ടുള്ള, ഇത് നമ്മളൊന്നും അല്ലാത്ത ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു സ്ഥലം തന്നെയാണ്. വെള്ളച്ചാട്ടവും മലകളും ഇതൊക്കെ എന്ന് പറയുന്നത് ഓക്കെ. എൻ്റെ പുറകിലായിട്ട് ഒരു വലിയ ഒരു കൂട്ടം മൃഗങ്ങളുണ്ട്. ഞാനത് എല്ലാം ഇത് ബെസ്പോക്ക് എന്ന മൃഗമാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഫാമിനോട് ചേർന്നാണ് അത് കാണുന്നത്. താമസിക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന്. ഇത് മൃഗങ്ങള് പലതരം മൃഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഇട്ടാവട്ടത്ത് തന്നെ
ഏകദേശം ഒരു 100-150 മൃഗങ്ങൾ ഇപ്പം തന്നെ നമ്മൾ കണ്ടു. അതായത് ഞാൻ താമസിക്കുന്ന അതിനോട് ചേർന്ന് 8 വെറൈറ്റി മൃഗങ്ങൾ. ഒരു കൂട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ 40-50 ഒക്കെ ആയിട്ടുള്ള കൂട്ടങ്ങളാണ് മൃഗങ്ങൾ. പിന്നെ നമ്മൾ അന്വേഷിച്ചൊന്നും പോകണ്ട, ഇതെല്ലാം നമ്മുടെ താമസിക്കുന്ന ആ കോമ്പൗണ്ടിൻ്റെ അടുത്തേക്ക് തന്നെയായിട്ട് വരും. ഇവിടുത്തെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി സൗന്ദര്യം അത് പറഞ്ഞ നേരിട്ട് കണ്ടാലാണ് അതിൻ്റെ ആ ഭംഗി നമുക്ക്. വെള്ളച്ചാട്ടവും കുന്നുകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. സീനറി എന്ന് പറഞ്ഞ് കൂടുതൽ അകലയിലേക്കൊന്നും പോകണ്ടെങ്കിൽ ചുറ്റാവട്ടത്തുള്ള കാഴ്ചകൾ മാത്രമേ കാണൂ. വാട്ട് ആർ ദ animals around here mainly? So this is the Eifeld region of South Africa. So we have black wildebeest, blesbok, fallow deer, common reedbuck. We have mountain reedbuck, duiker, springbok, red hartebeest, eland. There's a lot of species. What do we miss? There's zebra. Yeah, that's mainly what you get in this region, yeah. Yeah, it's more closer. Crazy. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്തേക്കൂടെയാണ് ഈ മൃഗങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. So 2 in front, 2 at the back. ബ്ലെസ്ബോക്ക് ആണ്, ജയേഷാണ് ഇതിനെ വെടിവെച്ചത്. ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഹിൽ ടോപ്പിൽ നിന്ന് ഞങ്ങൾ ഇറക്കി കൊണ്ടുവരാണ്. 60-65 കിലോ ഉണ്ടെന്നാണ് അവർ പറയണത്. നല്ല ഹെവിയാണ്. ഞാനും ഒന്ന് പിടിച്ചു നോക്കി, പക്ഷേ നല്ല ഹെവിയാണത്. നല്ല വെയിറ്റ് ഉണ്ട്. ഒരു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഇറക്കി കൊണ്ടുവരാനായിട്ട്. Dat was laag, dat is alles op video. Ja. ഈ ബ്ലെസ്ബോക്ക് 10-65 കിലോ ഉണ്ടെങ്കിൽ ജിറാഫൊക്കെ എത്ര കിലോ ഉണ്ടാവും? ഈ ലേക്കിൻ്റെ അപ്പുറത്ത് ആ നടുക്കലത്തെ ഒരു 3 മരങ്ങളുണ്ട്, കണ്ടോ? അതിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം കുറച്ച് അകലെയായിരുന്നു. ഒരു 250 മീറ്ററെങ്കിലും അകലെ കുന്നിൻ്റെ മുകളിലായിരുന്നു ഇവൻ നിന്നിരുന്നത്. അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി, ഒന്ന് നടന്ന് നിന്നപ്പോഴാണ് വെടിവെച്ചത്. ഇവിടെ നിന്നുകൊണ്ടാണ് വെടിവെച്ചത്. ആ കാണുന്ന തറയുടെ മേളിലായിരുന്നു. നമ്മുടെ വണ്ടിയിൽ കയറ്റി
ഇവരാണ് നമുക്ക് You see, ഇതിനുള്ളിലൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യുന്നത്. when you're sitting down, പുറകിൽ you have so much more freedom. കാണുന്നതാണ് നമ്മുടെ വീട്. സംരംഭങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിറച്ചും ഇതായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിന് നിർത്തിയാണ് നന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുസ്തകത്ത് അവിടെ സുരക്ഷിതമായിട്ട് എൻ്റെ കാലിൻ്റെ ചോട്ടിൽ തന്നെ കിടക്കുന്നുണ്ട്.